ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരെ മടക്കി അയക്കുന്നതായി പരാതി. കാണുന്ന പാതയിൽ അഴുതയിൽ നിന്നുൾപ്പെടെയാണ് തീർത്ഥാടകരെ മടക്കി അയക്കുന്നത്. മറ്റന്നാൾ മുതൽ ദർശന പാസ് ഉള്ളവരെയാണ് മടക്കി അയച്ചത്. നടപടി പമ്പയിലെ തിരക്ക് നിയന്ത്രിക്കാനെന്നാണ് പോലീസിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, ഗുഡ് ഈവനിംഗ്. ഈ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരെ, അതായത് പാസ് അടക്കമുള്ള തീർത്ഥാടകരെ എന്തുകൊണ്ടാണ് മടക്കി അയക്കുന്നത്? എന്താണ് പോലീസ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഗോകുൽ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പമ്പയിൽ ഉൾപ്പെടെ നല്ല തിരക്കുണ്ട്. ഈ കാരണം മുൻനിർത്തിക്കൊണ്ടാണ് ദർശനത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരെ പകുതി വഴിയിൽ നിന്നും മടക്കി അയക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ എരുമേലിയിൽ നിന്നും കാനനപാത വഴി ശബരിമലയിലേക്ക് നടന്നു പോകുന്നവരെയാണ് അഴുതയിൽ നിന്നുൾപ്പെടെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത്. അതായത് നാളെ ദർശനത്തിന് പാസ് ലഭിച്ചവരെ മാത്രമാണ് ഇന്ന് കടത്തിവിട്ടിട്ടുള്ളത്. മറ്റന്നാൾ മുതൽ പാസ്സുള്ള ആൾക്കാരെ ഇന്ന് കടത്തിവിടാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരികെ എരുമേലിയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. ഈ തീർത്ഥാടകർ അഴുതയിൽ നിന്നുൾപ്പെടെ തിരിച്ച് എരുമേലിയിൽ നടന്ന് അവിടെ നിന്ന് ബസ്സിന് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് അവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ്. പക്ഷേ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട്, പ്രയാസം ഇത് ഉണ്ടാക്കുന്നുണ്ട്. മുൻപ് വ്യക്തമാണ്, ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരാണ്, പാസടക്കമുള്ള തീർത്ഥാടകരെയാണ് ഇത്തരത്തിൽ മടക്കി അയക്കുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനാണെന്നാണ് പോലീസുകാരുടെ വിശദീകരണം. ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശാണ് പ്രേക്ഷകരുമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത്.